ഞങ്ങൾ ഈ വഴുതനങ്ങ കിട്ടിയാലേ എപ്പോഴും ഉണ്ടാക്കുന്നൊരു ഐറ്റം ഉണ്ട് കേട്ടോ. ആ ഐറ്റം ഉണ്ടാക്കിയാലേ ഇവിടെ ഫാൻസ് അതിന് കൂടുതലാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഞാൻ ഒരിക്കൽ ഇതിൻ്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. പക്ഷെ അത് സോങ് ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഞാൻ വിചാരിച്ചൊന്ന് വോയിസ് കൊടുത്തിട്ട് ഒരെണ്ണം ചെയ്യാമെന്ന്. അങ്ങനെ എടുത്തേക്കാണ്. വഴുതനങ്ങ നല്ലപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പലയിടത്തും പലതായിരിക്കുമല്ലേ പേര്. ഞങ്ങൾ വഴുതനങ്ങ എന്ന് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ മീനൊക്കെ പൊരിച്ചെടുക്കില്ലേ, അതേപോലെ വഴുതനങ്ങയെ രണ്ട് സൈഡും പൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടി നല്ലപോലെ വാട്ടിയെടുക്കാം. വാട്ടിയെടുത്തതിന് ശേഷം അതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് തൈര് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വറുത്ത് കോരിയെടുത്ത ചെറിയുള്ളിയും ജീരകമൊക്കെ ഉണ്ടല്ലോ, അത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വഴുതനങ്ങ പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ടാണ് പൊരിച്ച് വാങ്ങി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ തൈരൊക്കെ കൂടെ ഇളക്കിയതിന് ശേഷം ഞാൻ ഈ വഴുതനങ്ങയിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്യും.